ഹലോ, നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതെ, കാത്തിരുത് നമ്മളങ്ങനെ ഗോവയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇന്നാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് നൈറ്റ് പുലർച്ചെ അവിടെ എത്തുന്ന രീതിയിലാണ് ട്രാവൽ. നമ്മൾ പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പെട്ടി നിങ്ങൾക്ക് ഏകദേശം കാണിച്ചു തരാം. പെട്ടിയുണ്ട്, പെട്ടിയിൽ വെക്കാനുള്ള തുണികളുണ്ട്, പാക്ക് ചെയ്യാന്ന് പറഞ്ഞ ആളും ഇവിടെ ഉണ്ട്. ഒന്നും നടന്നിട്ടില്ല. മുഖം കാണിക്കേ കണ്ടോ, പാവം മോൻ വെറുതെ പുറത്ത് തെണ്ടി തിരിഞ്ഞ് വന്ന് കിടക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി അത് ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആവണം പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ മാത്രമല്ല, അപ്പൂൻ്റെ വേറെ ഒരു 2 ഫ്രണ്ട്സും അവരുടെ വൈഫ്സൊക്കെ ഉണ്ട് കൂടെ. സോ അവരൊക്കെ കറക്റ്റ് സമയത്ത് എത്തുമായിരിക്കും. നമ്മളായിരിക്കും ഇനി ഇവിടെ ഇരുന്ന് സമയം കളയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഇടാൻ മാക്സിമം ഈ ഒരു ദിവസങ്ങളിൽ തന്നെ രാത്രിക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഗോവയിൽ പോയിട്ട് വരാം അല്ലേ? സോ കം ഓൺ. എന്റെ മുഖത്ത് അങ്ങനെ ഉണ്ടതാ. നീ എന്താ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? ഇന്നാണ് പോണ്ടതേ, അതുകൊണ്ട് ഞാനെന്തോണ്ട് സരസോ എന്ത് പറ്റിയ ഡുണ്ട് മോക്ക്? നമസ്തേ. ഓഫി ഇല്ല സരസോ, നിന്റെ ഇനി വെക്കാനൊന്നും സ്ഥലമില്ല. സഞ്ചി തൂക്കി എടുത്തോ. ഓ എന്റെ ബാഗ്. എന്നിട്ട് നീ നിന്റെ വെക്കാൻ സ്ഥലമില്ല എന്നാ? എന്റെ ബാഗ് ഞാൻ വാങ്ങിച്ച എന്റെ ബാഗാണ്. അതുകൊണ്ട് നീ അല്ലേലും ഓസടിക്കുന്നല്ലേ ചേട്ടെ? സഞ്ചി തൂക്കി പിടിച്ചോ. റേഷൻ കടയിൽ കൊണ്ടുവന്ന് സഞ്ചി എടുത്തോ. കഴിഞ്ഞാ എന്റെ സൈഡ് കഴിഞ്ഞു. ഈ ബാഗ് ഇത്രയും വലിയ ബാഗാണ്. മൊത്തം ഇവളുടെ സാധനമാണ്. നമ്മളോട് നിക്കാൻ വേണ്ടി പോകുന്നല്ലേ, വെറും 3 പെർമനന്റ് ആയിട്ട് നിക്കാൻ പോകുന്നില്ല, വെറും 3 ദിവസത്തേക്ക് പോകുന്നതാണ്. 3 ദിവസത്തിന് ഇത്രയും കുറച്ച് പാക്ക് ചെയ്യുന്ന ഗേൾ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരു പെട്ടി വേണ്ടി വരും ഒരാൾക്ക്, അതും ഗോവ. അപ്പൊ നമ്മള് റെഡിയായി കേട്ടോ. റെഡിയായി. നമ്മളെ ലഗേജ് ഒക്കെ സൂപ്പർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം. ചലോ. You know just what you do to me. Play my emotions like a pair of puppet strings. Did it ever occur to you my heart's more than a toy? വണ്ടിയെടുത്ത് കുറച്ച് ദൂരം പോയപ്പോഴത്തേനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന അസുഖമുള്ള കുറേ ആൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു ചായ നമ്പർ 1 ആണ് ഇത് കേട്ടോ. ഈവനിങ് ഇറങ്ങിയതുകൊണ്ട് തന്നെ അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ യാത്ര കുറച്ച് സ്മൂത്തായിരുന്നു. രാത്രി ഉറക്കം വന്നു എന്നുള്ള പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ നിർത്തി ആൾക്കാരൊക്കെ മാറി ഡ്രൈവ് ചെയ്ത് അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ അങ്ങനെ എത്തുക ചെയ്തു കേട്ടോ. പിന്നെ എൻ്റെ കൂടെ കാറിൽ എങ്ങോട്ട് പോരുകയാണെങ്കിൽ എനിക്ക് എൻ്റെതായ കുറച്ച് പ്ലേലിസ്റ്റുകളുണ്ട്. ആ പാട്ടുകൾ മാത്രമേ ഞാൻ വെക്കാൻ സമ്മതിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ജാസി ഗിഫ്റ്റിൻ്റെ ഒക്കെ പണ്ടത്തെ പാട്ടുകൾ, അത് കേട്ട് ഇങ്ങനെ തുള്ളി ഇരുന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ട്. കുറച്ച് അധികം ദൂരം പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പാട്ടുകളുടെ പ്ലേലിസ്റ്റുകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഭക്തിഗാനങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്തിഗാനവും സിനിമാ പാട്ടും മാപ്പിളപ്പാട്ടും നാടൻ പാട്ടും എന്ന് പറഞ്ഞ് ലോകത്തിൽ വേണ്ട എല്ലാവിധ പാട്ടുകളും വെച്ച് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ സമയം ഒരു 6:45 7 മണിയാവാൻ പോകുന്നത്. ഒരു 6:50 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടയിൽ വെച്ചൊന്ന് ചായ കുടിച്ചു. എന്നിട്ട് വീണ്ടും ഇപ്പൊ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കാറിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നേരത്തെ അപ്പൂന്റെ ഒരു ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. അപ്പൊ ബാക്കത്തെ കാറിലേക്ക് കയറി കേട്ടോ. അവിടെ അതിൽ വേറൊരു കപ്പിളുണ്ട്. സോ നമ്മളിങ്ങനെ മാറ്റി മറിച്ചൊക്കെയാണ് പോകുന്നത്. ഇപ്പോ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ്, ഏതോ ഒരു സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇനി റീച്ച് ആവുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം, അതായത് നാളെ 9 മണിയുടെ ഉള്ളിൽ നമ്മൾ റീച്ച് ആവും. അപ്പൊ രാത്രിത്തെ ഉറക്കമൊക്കെ കാറിൽ തന്നെയാണ്. ഉറങ്ങാൻ പറ്റുന്ന ഒന്നില്ല. അപ്പുക്കുട്ടനെ ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ ഞാനിങ്ങനെ മൂങ്ങിയനെ പോലെ ഇരിക്കേണ്ടി വരും. കാരണം ഞാൻ ഉറങ്ങിയ അപ്പുക്കുട്ടന് ഉറക്കം വരും. സോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. ഇനി പോകെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ മംഗലാപുരം ഇവിടെ എത്തിയപ്പോൾ നമ്മളൊന്ന് നിർത്തി ഫുഡ് കഴിച്ചായിരുന്നു. എന്തോ ഫുഡിൻ്റെത് ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് കണ്ട ഒരു ഏരിയ ആയിരുന്നു ഇത്. നല്ല ഫോഗുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ ഒരു കൗതുകമായിരുന്നു. കാരണം ഞാൻ ഗോവയിലേക്ക് ആദ്യമായിട്ടാണ് റോഡ് ട്രിപ്പ് പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ജൂണൊക്കെ ആയ സമയത്ത്. അപ്പം നമ്മൾ ഫ്ലൈറ്റിനാണ് പോയിട്ട് തിരിച്ച് ട്രെയിനിനാണ് വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ നമ്മൾ കാർ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഈ വർഷവും പോയി. ഇനി അടുത്ത വർഷം പോവുമായിരിക്കും അല്ലേ അപ്പുക്കുട്ടാ?
ഇല്ല. അങ്ങനെ കുറേ ഡ്രൈവ് ചെയ്ത് രാവിലെ ഒരു 7-8 മണിയായപ്പോഴത്തേനും നമ്മൾ ഗോവയിൽ റീച്ചായി. ഇത് നമ്മളെ റൂമിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതായിരുന്നു നമ്മളെടുത്ത കോട്ടേജ്. ഇതിൽ 3 റൂംസാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റൂം ടൂർ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ റൂം എടുത്തു. റൂമിലേക്കൊക്കെ കയറാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അതാണ് മുന്നേ അപ്ഡേറ്റ്സ് ഒന്നും വരാഞ്ഞത്. ഇന്നലെ രാത്രി പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും പോത്ത് പോലെ കിടന്നുറങ്ങുമായിരുന്നു. കുറച്ച് നേരം ഒരാൾ ഉണർന്നിരിക്കും, ഒരാൾ ഡ്രൈവ് ചെയ്യും, അങ്ങനെ മാറി മാറി ഡ്രൈവ് ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയത്. അതുകൊണ്ട് അതൊന്നും വ്ളോഗിൽ കാര്യമായി ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പറ്റുന്നതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ റൂം ഇതാണ്. റൂം ടൂർ അപ്പുക്കുട്ടൻ അവിടെ ശവാസനത്തിലാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടില്ല, നല്ലോണം ഉറങ്ങിനു കേട്ടോ. അപ്പോൾ റൂം ടൂർ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാം, അപ്പോൾ കാണാത്തവർ കാണണം കേട്ടോ. ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എത്തിയ പാടാണ്, ഭയങ്കര ടയർഡാണ് എല്ലാവരും. നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും നമ്മൾ. ബിക്കോസ് ഈ ഉച്ചയ്ക്കൊന്നും ഗോവയിൽ എവിടെയും പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ തന്നെ പൂളുണ്ട്. ഇവിടെ തന്നെ പൂൾ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ മേ ബി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം പൂളിൽ ഇറങ്ങുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഈവനിങ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ എന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ബാക്കി എന്താ പറയുക സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. പിന്നെ രാത്രി നമ്മൾ നൈറ്റ് ലൈഫ് ആണല്ലോ ഗോവയിൽ. അപ്പോൾ നൈറ്റാണ് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതുവരെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കും. ഇന്ന് ഒരു ഉച്ച വരെ കംപ്ലീറ്റ് റെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അതിനിടയ്ക്കൊന്ന് കുളിച്ച് ഫ്രഷായി അപ്പം തന്നെ ഉച്ചയാവും. ഇപ്പം തന്നെ സമയം ഏതാണ്ട് 10-11 മണിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുട്ടി വിശേഷങ്ങൾ. ഇനി പോകെ പോകെ ഞാൻ എല്ലാ അപ്ഡേറ്റ്സും അറിയിക്കാം. ബൈ. നമ്മൾ മേടിച്ചിട്ട് വന്ന ബ്രേക്ക്ഫാസ്റ്റ് അട്ടർ ഫ്ലോപ്പ് ആയതുകൊണ്ട് നമ്മൾ നിന്ന ഹോട്ടലിൽ നിന്ന് 2ാമത് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ വൈകുന്നേരം പബ്ബിലും പുറത്തൊക്കെ പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരേ ഉറക്കായിരുന്നു എല്ലാവർക്കും. ഇന്നലെ ഫുള്ള് ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നിനും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് കാണാം. ബൈ. നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മൾ ബാഗ ബീച്ചിലാണ് പോകുന്നത്. അവിടുന്ന് ഒരു 6 കിലോമീറ്റേഴ്സ് ദൂരെയാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ 2 കാറിലായിട്ട് നമ്മളെല്ലാവരും കൂടെ അപ്പുക്കുട്ടൻ ഇവിടെ ഉണ്ട്, നമ്മളെല്ലാവരും കൂടെ പോവാണ്. അവിടെ എത്തി കുറച്ച് സമയം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ പബ്ബിലേക്ക് പോകും. പിന്നെ അങ്ങോട്ട് ഹൃദയ നമ്മൾ ഫുള്ള് ഡാൻസൊക്കെ കളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ബോധമുള്ളിടത്തോളം സമയം വരെ ഞാൻ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. ബോധം പോയാൽ അപ്പുക്കുട്ടൻ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ വ്ളോഗ് മസ്റ്റ് കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അവിടെ എത്തിയിട്ടല്ല, ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും നല്ല കാഴ്ചകൾ കാണിച്ചു തരാം. ബൈ. ഈവനിങ് ആയി വരുംതോറും ഗോവ നല്ല റഷായി വരുമായിരുന്നു. ഉച്ചയ്ക്കൊന്നും ഒരു ഈച്ചയും മനുഷ്യനും ഉണ്ടായിരുന്നില്ല. പക്ഷെ രാത്രി ആയപ്പോഴത്തേനും ഭയങ്കര റഷായിരുന്നു, നിറയെ ആൾക്കാരായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അല്ലറ ചില്ലറ കുട്ടി സാധനങ്ങൾ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനും മറന്നില്ല. അവിടെ നല്ലൊരു അടിപൊളി പാനിപ്പൂരി ചേട്ടനെ കണ്ടപ്പോൾ നേരെ കയറി പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരും എത്ര എണ്ണം വീതം കഴിച്ചു എന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ ചേട്ടൻ എണ്ണുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അതിനനുസരിച്ച് പൈസ കൊടുത്തു. മത്സരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. സംഭവം കൊള്ളായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. എനിക്ക് പിന്നെ ഒന്നും മേടിക്കാനുണ്ടായിരുന്നില്ല, ബാക്കിയുള്ളവർക്കൊക്കെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കാൽനടയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം കാറും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാർക്കിങ്ങിനൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. സ്കൂട്ടി ആണെങ്കിലും പിന്നെയും പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. ഇതൊരു 7-8 മണി ഒക്കെ ഉള്ള സമയത്താണ് ഇത്രയും റഷായി. ഇവിടെ ഏറ്റവും കൂടുതൽ ബീച്ച് വെയർസ് ആണുള്ളത്. ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയുമെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. അധികം കുറച്ച് എക്സ്പോസിങ് ആയിട്ടുള്ള കുട്ടി ഡ്രസ്സസ്, ബിക്കിനീസ്, അതുപോലെ ഷോർട്സ്, അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത്. എല്ലാം കാണാനെല്ലാം നല്ല അടിപൊളിയാണ്. പക്ഷെ അതിട്ട് ഇത് കൂടെ നടക്കാൻ ഒരു വേറെ തന്നെ ഒരു കോൺഫിഡൻസ് വേണം. കുറേ തപ്പി അവസാനം അപ്പുക്കുട്ടൻ എനിക്കൊരു ഷോർട്സും ടീഷർട്ടും മേടിച്ച് തന്നായിരുന്നു. അതാണ് ഞാൻ സെക്കൻഡ് ഡേ ഓഫ് ഗോവയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ഗോവ ട്രിപ്പിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ഡ്രസ്സ് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച് കെട്ടിപ്പെറുക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല ഞാൻ അവിടെ നിന്ന് ഇട്ടത് കേട്ടോ. എന്തായാലും പോട്ടെ, അടുത്ത ട്രിപ്പിനിടാം. അങ്ങനെ ഒത്തിരി കറങ്ങി തിരിഞ്ഞ് നമ്മൾ അവസാനം നല്ലൊരു പബ്ബ് നോക്കി തന്നെ കയറി. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നതാണ്. അതൊത്തിരി ഇഷ്ടമായിട്ട് നമ്മൾ ഇപ്രാവശ്യം ഇവരെല്ലാവരും കൂട്ടി അവിടെ തന്നെ കയറി. പക്ഷേ കുറേ ചേഞ്ചസ് വന്നായിരുന്നു ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട്. പുറത്ത് ഓപ്പൺ പാർട്ടീസ് ഒന്നുമില്ല, അകത്തുള്ള ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമുക്ക് എന്ത് സെറ്റപ്പ് ആണെങ്കിലും പ്രശ്നമില്ല. കുറച്ച് പാട്ടും ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഓൺ ഫുൾ വൈബാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുള്ള് ഡാൻസും പാട്ടൊക്കെ. അതൊക്കെ എന്നെ കാണാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇപ്പൊ സമയം 3 മണി ആയിട്ടുണ്ട്. 2:45-3 മണി സമയമായിട്ടുണ്ട്. അപ്പം നമ്മൾ പബ്ബിൽ ഡാൻസൊക്കെ കളിച്ച് കുഴങ്ങി ക്ഷീണിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇനി അധികം ഡയലോഗ്സ് ഒന്നുമില്ല. നാളെ രാവിലെ കാണാം നമുക്ക് ഗോവ D2 വ്ളോഗായിട്ട്. അമ്മേ
എന്താ പൊന്നമ്മച്ചി. നാളെ നമുക്ക് കാണാം കേട്ടോ. അപ്പോ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.